ഓക്കെ, സോ ഇന്ന് ചെറുതായിട്ട് കളറാക്കിയിട്ടുണ്ട്. എങ്ങനെയുണ്ടെന്ന് താഴെ കമന്റ് ബോക്സിൽ എഴുതി അറിയിക്കുക. വിവോ എന്ന ബ്രാൻഡിനെ സ്മാർട്ട് ഫോൺ സെയിൽസിന്റെ ലിസ്റ്റിൽ നമ്പർ 1 പൊസിഷനിൽ കൊണ്ടെത്തിച്ച വിവോ V27 പ്രോയുടെ നെക്സ്റ്റ് ആയ വിവോ V29 Pro ആണ് എന്റെ കയ്യിൽ ഇരിക്കുന്നത്. കൂടുതൽ സമയം വേസ്റ്റ് ചെയ്യാതെ ലെറ്റ്സ് റോ. ബോക്സ് ഓപ്പൺ ചെയ്യുമ്പോൾ ഫോൺ, TPU കേസ്, ഡോക്യുമെന്റ്സ്, 80 വാട്ടിന്റെ ഫാസ്റ്റ് ചാർജർ ആൻഡ് ടൈപ്പ് സി ചാർജിംഗ് കേബിൾ. ഇതാണ് വിവോ V29 പ്രോയുടെ ഹിമാലയൻ ബ്ലൂ കളർ ഓപ്ഷൻ. ഇതിന്റെ ഗ്ലാസ് ബാക്കിൽ ചെറിയ ചെറിയ കൊച്ചു ഷൈനി വെളുത്ത മാഗ്നറ്റിക് പാർട്ടിക്കിൾസ് ഉപയോഗിച്ച് ഈ മഞ്ഞു മൂടി കിടക്കുന്ന ഹിമാലയൻ മൗണ്ടൻസിന്റെ ഒരു പാറ്റേൺ ഉണ്ടല്ലോ, അത് കൊണ്ടുവരാൻ ശ്രമിച്ചിട്ടുണ്ട്. ക്യാമറയിൽ എത്രമാത്രം പതിയുന്നുണ്ടെന്ന് എനിക്ക് അറിയില്ല, പക്ഷേ നേരിട്ട് കാണുമ്പോൾ ഒരു ഇംപ്രസീവ് ഡിസൈൻ ആണ്. തീർച്ചയായിട്ടും ഒരു 3D എഫക്ട് കിട്ടുന്നുണ്ട്. വിവോ ഫോൺസ് നോർമലി നല്ല സ്ലിം ആൻഡ് ലൈറ്റ് വെയിറ്റ് ആയിരിക്കും. അതായത് ഫ്രണ്ടിൽ നിന്നും ബാക്കിൽ നിന്നും കർവായി വരുന്ന ഫോൺസ് ആണ് അവർ ഉണ്ടാക്കുന്നത്. ഈ ഫോണും അങ്ങനെ തന്നെയാണ്. നല്ലൊരു ലൈറ്റ് വെയിറ്റ് ആൻഡ് സ്ലിം ഇൻ ഹാൻഡ് എക്സ്പീരിയൻസ് ആണ് തരുന്നത്. ഫ്രണ്ടിൽ നിന്നും ബാക്കിൽ നിന്നും കർവ് ആവുന്നതുകൊണ്ട് കയ്യിൽ ഹോൾഡ് ചെയ്യാൻ നല്ല കംഫർട്ടബിൾ ആണ്. ഓക്കെ, സിം സ്ലോട്ട് നോക്കുകയാണെങ്കിൽ ഡ്യുവൽ നാനോ സിം സ്ലോട്ട് ആണ് കൊടുത്തിരിക്കുന്നത്. സോ നിങ്ങൾക്ക് ഈ ഒരു ഫോണിൽ SD കാർഡ് കയറ്റാൻ പറ്റൂല. പിന്നെ ഈ ക്യാമറ മോഡ്യൂൾ കണ്ടോ, നോർമലി വിവോ ഫോൺസിൽ വരുന്ന ഒരു ടിപ്പിക്കൽ റെക്ടാംഗുലർ ക്യാമറ മോഡ്യൂൾ ആണ് കൊടുത്തിരിക്കുന്നത്. എന്നാൽ ഫസ്റ്റ് ടൈം ആണ് വിവോ എന്ന ബ്രാൻഡിന്റെ V സീരീസ് ഫോണിൽ ഒരു ടെലിഫോട്ടോ പോർട്രേറ്റ് ക്യാമറ വരുന്നത്. 12 മെഗാ പിക്സൽ സെൻസർ ഉള്ള 2x ടെലിഫോട്ടോ ക്യാമറയാണ് കൊടുത്തിരിക്കുന്നത്. നോർമലി നമ്മൾ DSLR ക്യാമറയുടെ കൂടെ 50mm ബ്ലോക്ക് ലെൻസ് ഉപയോഗിക്കുമ്പോൾ കിട്ടുന്ന ഒരു ഫ്രെയിം ഉണ്ടല്ലോ, ഒരു ഫോക്കൽ ലെങ്ത്, ആ സെയിം ഫോക്കൽ ലെങ്ത് ആണ് ഇവിടെയും കിട്ടുന്നത്. സബ്ജക്റ്റിന്റെ ബാക്കിലുള്ള ബ്ലർ ആണെങ്കിലും ആ കട്ടൗട്ട് ആണെങ്കിലും നല്ലോണം മാനേജ് ചെയ്തിട്ടുണ്ട്. ബേസിക്കലി ഈ ക്ലോസപ്പ് പോർട്രേറ്റ് ഫോട്ടോസ് എടുക്കാൻ വേണ്ടി നമുക്ക് ഈ ഒരു ക്യാമറ യൂസ് ചെയ്യാൻ പറ്റും. ഇതിന്റെ മെയിൻ ക്യാമറ നല്ല ഐ പ്ലീസിംഗ് ഫോട്ടോസ് ആണ് ക്യാപ്ചർ ചെയ്യുന്നത്. ആക്ച്വലി നമ്മൾ വിവോ V27 പ്രോയിൽ കണ്ട ഒരു 50 മെഗാ പിക്സലിന്റെ OIS ക്യാമറ ഉണ്ടല്ലോ, ഇത്തവണയും അത് തന്നെയാണ് വന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ കളേഴ്സ് ആണെങ്കിലും സ്കിൻ ടോൺ ആണെങ്കിലും എല്ലാം നല്ലോണം പ്രോസസ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ വളരെ നല്ല നൈറ്റ് പോർട്രേറ്റ് ഫോട്ടോസും ക്യാപ്ചർ ചെയ്യുന്നുണ്ട്. ബാക്ക്ഗ്രൗണ്ടിലുള്ള ലൈറ്റ് ആണെങ്കിലും നമ്മുടെ ഫേസിൽ വീഴുന്ന ലൈറ്റ് ആണെങ്കിലും എല്ലാം നല്ലോണം മാനേജ് ചെയ്യുന്നുണ്ട്. പിന്നെ ലൈറ്റ് കുറവുള്ള സിറ്റുവേഷൻസിൽ ഇതിന്റെ ഓറ ലൈറ്റ് സ്വിച്ച് ഓൺ ചെയ്താൽ മതി. വിവോയുടെ V സീരീസിൽ വരുന്ന ഏറ്റവും വലിയ ഓറ ലൈറ്റ് ആണ് ആക്ച്വലി ഈ ഒരു ഫോണിൽ കൊടുത്തിരിക്കുന്നത്. ഈ ഓറ ലൈറ്റിന്റെ കളർ ടോൺ നമുക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റും. ഇതാ കണ്ടില്ലേ, വാം ടോൺ അല്ലെങ്കിൽ കൂൾ ടോൺ ഒക്കെ ആക്കാൻ പറ്റും. ബേസിക്കലി വൈറ്റ് ബാലൻസ് കറക്റ്റ് ചെയ്യാൻ വേണ്ടിയുള്ള സെറ്റപ്പ് ആണ്. ഫോട്ടോസിൽ മാത്രമല്ല, നൈറ്റ് ടൈമിൽ എടുക്കുന്ന വീഡിയോസ് ഉണ്ടല്ലോ, ആ വീഡിയോ ഷൂട്ട് ചെയ്യുമ്പോഴും നമുക്ക് ഇതിന്റെ ഈ ഓറ ലൈറ്റ് സ്വിച്ച് ഓൺ ചെയ്തിട്ട് വീഡിയോസ് എടുക്കാൻ പറ്റും. വ്യത്യാസം കാണാം, ഞാൻ സ്ക്രീനിൽ ഷെയർ ചെയ്യുന്നുണ്ട്. 8 മെഗാ പിക്സലിന്റെ അൾട്രാവൈഡ് ഉള്ളതുകൊണ്ട് മെയിൻ ക്യാമറയിൽ കിട്ടുന്ന ആ ഒരു ഡീറ്റെയിൽസ് ഇവിടെ കിട്ടുന്നില്ല, പക്ഷേ കളേഴ്സ് ഒക്കെ നല്ലോണം മാനേജ് ചെയ്യുന്നുണ്ട്. അതാ കണ്ടില്ലേ, 50 മെഗാ പിക്സൽ സെൽഫി ക്യാമറയിൽ ഓട്ടോ ഫോക്കസും കൂടി ഉള്ളതുകൊണ്ട് നല്ല ഷാർപ്പ് ഡീറ്റെയിൽസ് ഉള്ള ഫോട്ടോസ് എടുക്കാൻ പറ്റും. ചെറിയ രീതിയിലുള്ള സ്കിൻ സ്മൂത്തനിങ് ഉണ്ട്, പക്ഷേ അത് ഓവർ ആവുന്നില്ല. കാണാൻ നല്ല രസമുണ്ട്, നല്ല എടുപ്പുള്ള ഫോട്ടോസ് ആണ് കിട്ടുന്നത്. പിന്നെ ഫ്രണ്ട് ആൻഡ് ബാക്ക് ക്യാമറ രണ്ടും വെച്ച് നമുക്ക് ഇത്തരത്തിലുള്ള 4K at 60 FPS വീഡിയോസ് റെക്കോർഡ് ചെയ്യാൻ പറ്റും. അത് വലിയൊരു പോസിറ്റീവ് പോയിന്റ് ആണ്. കാരണം പല ഫോൺസിലും ഫ്രണ്ടിൽ 1080p ആൻഡ് ബാക്കിൽ 4K 30 FPS ആയിരിക്കും. സോ നിങ്ങൾക്ക് പ്രത്യേകിച്ചും വ്ളോഗിങ്ങിൽ താല്പര്യമുണ്ടെങ്കിൽ നല്ല ക്വാളിറ്റി ഉള്ള വീഡിയോസ് ഈ ഫോൺ വെച്ച് ഷൂട്ട് ചെയ്യാൻ പറ്റും. സോ നിങ്ങൾ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ ഒരു 4K at 30 FPS വീഡിയോ വിവോ V29 പ്രോയുടെ 50 മെഗാ പിക്സൽ സെൽഫി ക്യാമറ വെച്ചാണ് എടുത്തുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾ നോട്ടീസ് ചെയ്തിട്ടുണ്ടാവും, ലേശം കുലുക്കൊക്കെ ഉണ്ട്. കാരണം 4Kയിൽ സ്റ്റെബിലൈസേഷൻ വരുന്നില്ല. ഓക്കെ, സോ ചെറിയ രീതിയിലുള്ള കുലുക്കൊക്കെ നിങ്ങൾ ഫേസ് ചെയ്യേണ്ടി വരും. ജിംബലൊക്കെ യൂസ് ചെയ്താൽ പിന്നെ 4K യൂസ് ചെയ്യാൻ പറ്റും. പക്ഷേ ഇവിടെ ആ ഒരു സ്റ്റഡി ഫേസിൻ്റെ ഒരു ഫീച്ചർ കൊടുത്തിട്ടുണ്ട്. വിവോ ഫോൺസിൽ വരാറുണ്ട്. ഞാൻ അത് സ്വിച്ച് ഓൺ ചെയ്ത് കാണിച്ചു തരാം. സോ ഇപ്പം ആ ഒരു സ്റ്റഡി ഫേസിൻ്റെ ഫീച്ചർ സ്വിച്ച് ഓൺ ആണ്. സോ ഇപ്പം ഫാസ്റ്റ് നടന്നാലും കണ്ടില്ലേ, എൻ്റെ ഫേസ് അത്യാവശ്യം സ്റ്റഡിയാണ്. പക്ഷേ റെസൊല്യൂഷൻ 1080p at 30 FPS ആയിരിക്കും. ഓക്കെ, സോ 4K അല്ല വരുന്നത്. നമ്മുടെ സ്റ്റഡി ഫേസ് അല്ലെങ്കിൽ സ്റ്റെബിലൈസേഷൻ ഓൺ ചെയ്താൽ പിന്നെ 1080p at 30 FPS ആയിരിക്കും വീഡിയോ റെസൊല്യൂഷൻ. പക്ഷേ വീഡിയോ ക്വാളിറ്റി ഒക്കെ നല്ലതാണ്. നമ്മുടെ സ്കിൻ ടോൺ ആണെങ്കിലും കണ്ടില്ലേ, ഓവറോൾ കളേഴ്സ്, ഈവൻ ബാക്ക്ഗ്രൗണ്ടിലുള്ള HDR ഒക്കെ നല്ലോണം പ്രോസസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, സോ നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത് താഴെ കമൻറ്റ് ബോക്സിൽ എഴുതി അറിയിക്കുക. മെയിൻ ക്യാമറ വെച്ച് എടുക്കുന്ന വീഡിയോസിലും സ്റ്റെബിലൈസേഷൻ കൊടുത്തിട്ടുണ്ട്. ഇവിടെ 4K 30 FPS തന്നെ അത്യാവശ്യം നല്ല സ്റ്റെബിലൈസേഷൻ കിട്ടുന്നുണ്ട്. സോ വലിയ കുലുക്കവും ഷേക്ക് ഇല്ലാത്ത വീഡിയോസ് ഷൂട്ട് ചെയ്യാൻ പറ്റും. 3 തരത്തിലുള്ള ബെഡിങ് പോർട്രേറ്റ് ഫിൽറ്റേഴ്സ് ഉണ്ട്. നിങ്ങൾക്ക് അത് ഇങ്ങനെ മാറ്റി യൂസ് ചെയ്യാം. ക്യാമറ പാൻ ചെയ്തെടുക്കുന്ന ക്യാമറ പാൻ പോർട്രേറ്റ് ഫോട്ടോസ് എടുക്കാൻ പറ്റും. ഫോർ എക്സാമ്പിൾ ഇത് കണ്ടില്ലേ, സോ ഒരു വണ്ടി പോയിക്കൊണ്ടിരിക്കുകയാണ്, നമ്മൾ അതനുസരിച്ച് ഈ ഫോൺ ഇങ്ങനെ മൂവ് ചെയ്തുകൊണ്ട് ഫോട്ടോ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇത്തരത്തിലുള്ള നല്ല കൂൾ ലുക്കിംഗ് പാൻ പോർട്രേറ്റ് ഫോട്ടോസ് എടുക്കാൻ പറ്റും. ഫ്രണ്ട് ആൻഡ് റിയർ ക്യാമറ രണ്ടും വെച്ച് നമുക്ക് ഇത്തരത്തിലുള്ള ബാക്ക്ഗ്രൗണ്ട് ബ്ലർ അല്ലെങ്കിൽ പോർട്രേറ്റ് വീഡിയോസ് ഒക്കെ ഷൂട്ട് ചെയ്യാൻ പറ്റും. ഈ മൈക്രോ മൂവി ഫീച്ചർ ഉപയോഗിച്ച് നമുക്ക് വ്ളോഗ്സ് ഒക്കെ ഷൂട്ട് ചെയ്യാം. എന്ന് വെച്ചാൽ നമ്മൾ ഈ ചെറിയ ചെറിയ ക്ലിപ്സ് ഒക്കെ ഇട്ട് കൊടുത്താൽ മതി. ഈ ഫോൺ ഓട്ടോമാറ്റിക്കലി അതെല്ലാം തുന്നി കെട്ടിയിട്ട് അതിന്റെ മുകളിൽ നല്ലൊരു ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ഒക്കെ ഇട്ടിട്ട് നമുക്കൊരു വ്ളോഗ് സ്റ്റൈലുള്ള വീഡിയോ ക്രിയേറ്റ് ചെയ്ത് തരും. പിന്നെ ഫാസ്റ്റ് മൂവ് ആവുന്ന ഓബ്ജക്റ്റ് ക്യാപ്ചർ ചെയ്യാൻ വേണ്ടി പ്രോ സ്പോർട്സ് മോഡ് ഉണ്ട്. വ്ളോഗേഴ്സ് പൊതുവെ ഉപയോഗിക്കുന്ന ഈ ഡ്യുവൽ വ്യൂ മോഡ് ഉണ്ടല്ലോ, എന്ന് വെച്ചാൽ ഫ്രണ്ട് ക്യാമറ റിയർ ക്യാമറ വെച്ച് ഒരുമിച്ച് ഷൂട്ട് ചെയ്യാൻ പറ്റുന്ന ഓപ്ഷൻ, അതും ഇവിടെ കൊടുത്തിട്ടുണ്ട്. സോ മെയിൻ ക്യാമറ ആണെങ്കിലും സെൽഫി ക്യാമറ ആണെങ്കിലും ഓവറോൾ നല്ലൊരു ക്യാമറ പെർഫോമൻസ് ആണ് തരുന്നത്. അത് പ്രോസസ്സിംഗ് ആണെങ്കിലും ഫീച്ചേഴ്സ് ആണെങ്കിലും. നോർമലി വരാറുള്ള ഫുൾ HD+ ഡിസ്പ്ലേക്ക് പകരം ഇതിൽ 1.5K റെസൊല്യൂഷൻ ഉള്ള ഡിസ്പ്ലേ ആണ് തന്നിരിക്കുന്നത്. ഓക്കെ, സോ റെസൊല്യൂഷൻ ചെക്ക് ചെയ്യാൻ വേണ്ടി വളരെ ഈസിയാണ്. നമുക്ക്
സ്ക്രീൻഷോട്ട് എടുത്താൽ മതി. ഇതാ കണ്ടില്ലേ 1260 ഇൻറ്റു 2800 കാണിക്കുന്നുണ്ട്. ഫുൾ HD പ്ലസ് ആണെങ്കിൽ 1080p ഇൻറ്റു 2400 ആണ് കാണിക്കുന്നത്. സോ കൂടുതൽ പിക്സൽസ് ഉള്ളതുകൊണ്ട് ഫോട്ടോസ് ആണെങ്കിലും വീഡിയോസ് ആണെങ്കിലും ഇതെല്ലാം കാണുമ്പോൾ കുറച്ചുകൂടി ഡീറ്റെയിൽസ് ഫീൽ ചെയ്യും. പിന്നെ നിങ്ങൾക്ക് താല്പര്യം കർവ് ഡിസ്പ്ലേസിലാണെങ്കിൽ അതും ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അതുകൊണ്ട് തന്നെ ഡിസ്പ്ലേയുടെ രണ്ട് സൈഡിലുള്ള ബെസൽസ് നല്ല സ്ലിം ആയിട്ട് തോന്നുന്നുണ്ട്. പിന്നെ 6.78 ഇഞ്ച് സൈസ് ഉള്ള അത്യാവശ്യം വലിയ ഡിസ്പ്ലേ ഉള്ളതുകൊണ്ട് വീഡിയോസ് കാണുമ്പോൾ നല്ലൊരു വൈഡ് വ്യൂയിങ് എക്സ്പീരിയൻസ് ആണ് കിട്ടുന്നത്. ഔട്ട്ഡോർ ബ്രൈറ്റ്നസ് ഒക്കെ നൈസ് ആണ്. ഞാൻ ആക്ച്വലി ഫോട്ടോസും വീഡിയോസും ഷൂട്ട് ചെയ്യാൻ വേണ്ടി പുറത്ത് കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു. ബ്രൈറ്റ്നസ് എനിക്കൊരു ഇഷ്യൂ ആയിട്ട് തോന്നിയില്ല. പിന്നെ ഈ ഫോൺ HDR10+ സർട്ടിഫിക്കേഷനുമായാണ് വരുന്നത്. അത് യൂട്യൂബിലും നെറ്റ്ഫ്ലിക്സിലും രണ്ടിലും വർക്ക് ആവുന്നുണ്ട്. ദാറ്റ് ഈസ് വെരി നൈസ്. അതിനോടൊപ്പം തന്നെ വൈഡ് വൈൻ L1 സർട്ടിഫിക്കേഷൻ ഉള്ളതുകൊണ്ട് ഏത് OTT പ്ലാറ്റ്ഫോം ആണെങ്കിലും ഫുൾ HD 1080p വീഡിയോസ് കാണാം. പിന്നെ ഇൻ ഡിസ്പ്ലേ ഫിംഗർ പ്രിന്റ് സ്കാനർ കൊടുത്തിട്ടുണ്ട്. നല്ലോണം വർക്ക് ആവുന്നുണ്ട്, നോ ഇഷ്യൂസ്. ഈ ഫോണിൽ കൊടുത്തിരിക്കുന്ന സിംഗിൾ ബോട്ടം ഫയറിംഗ് സ്പീക്കർ ഉണ്ടല്ലോ, അതിന്റെ പെർഫോമൻസ് നല്ലതാണ്. പക്ഷേ ഈ പ്രൈസ് പോയിന്റിൽ ഈസിലി മിക്ക എല്ലാ ഫോൺസിലും നമുക്ക് ഡുവൽ സ്റ്റീരിയോ സ്പീക്കേഴ്സ് കിട്ടുന്നുണ്ട്. ആക്ച്വലി ഇതേ മോണോ ബോട്ടം ഫയറിംഗ് സ്പീക്കേഴ്സ് ആണ് V27 പ്രോയിലും വന്നത്. സോ ഇത്തവണയെങ്കിലും വിവോ അത് മാറ്റിയിട്ട് ഡുവൽ സ്റ്റീരിയോ സ്പീക്കേഴ്സ് കൊടുക്കേണ്ടതായിരുന്നു. പക്ഷേ എനിക്ക് തോന്നുന്നു ഓഫ്ലൈൻ സെൻട്രിക് ഫോണാണ്. സോ ഓഫ്ലൈൻ ഫോൺസ് വാങ്ങുന്നവർക്ക് അത് അത്രയും മാറ്റർ ചെയ്യുന്നില്ല എന്ന് എനിക്ക് തോന്നുന്നു. കാരണം ഇഷ്ടം പോലെ ആൾക്കാരാണ് വിവോ V27 പ്രോ വാങ്ങിയത്. സോ നിങ്ങൾക്ക് ഇത് മാറ്റർ ചെയ്യുന്നുണ്ട്. നിങ്ങളൊരു ഫോൺ വാങ്ങാൻ നോക്കുമ്പോൾ ഡ്യുവൽ സ്റ്റീരിയോ സ്പീക്കേഴ്സ് തന്നെ വേണം, അങ്ങനെ ഉണ്ടോ, അതോ മോണോ സ്പീക്കേഴ്സ് മതിയോ? താഴെ കമന്റ് ബോക്സിൽ എഴുതി അറിയിക്കുക. BGMIയിൽ HDR സെറ്റിംഗ്സിൽ വരെ 60 FPS കിട്ടുന്നുണ്ട്. ഓക്കെ, 9 lakh in AnTuTu സ്കോർ ആണ് കാണിക്കുന്നത്. 87% ത്രോട്ട്ലിംഗ് സ്റ്റെബിലിറ്റി. സോ ഞാൻ എടുത്ത് പറയേണ്ട ആവശ്യമില്ല. നല്ല പവർഫുൾ ആൻഡ് സ്റ്റേബിൾ ചിപ്സെറ്റ് ആണ് ഇതിലുള്ള MediaTekന്റെ Dimensity 8200 ചിപ്സെറ്റ്. അതുകൊണ്ട് തന്നെ 120 Hz റിഫ്രഷ് റേറ്റിന്റെ സ്മൂത്ത്നെസ് ഉണ്ടല്ലോ, അതെല്ലാ ആപ്ലിക്കേഷനിലും വിവോ നല്ലോണം ഓപ്റ്റിമൈസ് ചെയ്തിട്ടുണ്ട്. ഇതാ കണ്ടില്ലേ, ആമസോൺ ആണെങ്കിലും ഫ്ലിപ്കാർട്ട് ആണെങ്കിലും ഇൻസ്റ്റാഗ്രാം, ട്വിറ്റർ, ഗൂഗിൾ പ്ലേ സ്റ്റോർ, യൂട്യൂബ്. ആക്ച്വലി ഇതിന് മുൻപ് വന്ന വിവോ V27 പ്രോ ഉണ്ടല്ലോ, അതിലുണ്ടായിരുന്ന അതേ ചിപ്സെറ്റ് ആണ് വീണ്ടും വിവോ ഈ ഫോണിൽ തന്നിരിക്കുന്നത്. സോ ചിപ്സെറ്റിൽ മാറ്റമൊന്നും വന്നിട്ടില്ല. ഔട്ട് ഓഫ് ദ ബോക്സ് FunTouchOS 13 ബേസ്ഡ് ഓൺ Android 13 ആണ് വരുന്നത്. വിവോ ഈ ഫോണിന്റെ കൂടെ 2 വർഷത്തേക്കുള്ള OS അപ്ഡേറ്റ് പ്രോമിസ് ചെയ്തിട്ടുണ്ട്. അല്ലറ ചില്ലറ ബ്ലോട്ട്വെയർസ് ആയി കൊടുത്തിട്ടുണ്ട്, ഡിലീറ്റ് ചെയ്യേണ്ടി വരും. പിന്നെ എല്ലാ തവണ വരുന്ന പോലെ ഇത്തവണയും ആ ഹോട്ട് ആപ്സും ഹോട്ട് ഗെയിംസ് ആയി കൊടുത്തിട്ടുണ്ട്. ഓക്കെ, എന്റെ സജഷൻ ആയിരിക്കും വി ആപ്സ് ഓപ്പൺ ചെയ്തിട്ട് സെറ്റിംഗ്സിൽ കയറിയിട്ട് ഇത് ഓഫ് ചെയ്താൽ മതി. അത് കംപ്ലീറ്റ്ലി ഓഫ് ആവും. 4600 mAh ബാറ്ററി ആണെങ്കിലും 1 day ബാറ്ററി ബാക്കപ്പ് ഈസിലി കിട്ടുന്നുണ്ട്. ഞാൻ വിവോ ഫോൺസ് നോട്ടീസ് ചെയ്തിട്ടുണ്ട്. ബാറ്ററി 5000 അല്ലെങ്കിലും അത്യാവശ്യം നല്ല ബാറ്ററി ബാക്കപ്പ് വിവോ ഫോൺസ് തരാറുണ്ട്. പിന്നെ കൂടെ വരുന്ന 80 വാട്ടിന്റെ ഫാസ്റ്റ് ചാർജർ ഉപയോഗിച്ച് നമുക്ക് ഈ ഒരു ഫോൺ ഏകദേശം 40 മിനിറ്റ് കൊണ്ട് ഫുൾ ചാർജ് ചെയ്യാൻ പറ്റും. അതും നല്ലതാണ്. 5G ഫോണാണ്. സോ ഓബ്വിയസ്ലി എയർടെൽ ആണെങ്കിലും ജിയോ ആണെങ്കിലും രണ്ടുമായിട്ട് കണക്ട് ആവുന്നുണ്ട്. നല്ല 5G സ്പീഡ്സും കിട്ടുന്നുണ്ട്. പിന്നെ കോൾ ക്വാളിറ്റി ഒക്കെ നല്ലതാണ്. അതിൽ യാതൊരു ഇഷ്യൂ ഞാൻ ഫേസ് ചെയ്തില്ല. സോ ഈ ഫോണിൽ ഉള്ളതും ഇല്ലാത്തതുമായ എല്ലാ ഫീച്ചേഴ്സും ഞാൻ ഷെയർ ചെയ്തിട്ടുണ്ട്. ലോഞ്ചിന് മുന്നേ ഷൂട്ട് ചെയ്തുകൊണ്ട് എനിക്ക് ഇതിന്റെ എക്സാക്ട് പ്രൈസ് അറിയില്ല. വിവോ V27 പ്രോ വെച്ച് നോക്കുമ്പോൾ അങ്ങനെ അടിമുടി മാറ്റമൊന്നും വന്നിട്ടില്ല. ഓക്കെ, ചെറിയ ചെറിയ അപ്ഡേറ്റ്സ് മാത്രമേ ചെയ്തിട്ടുള്ളൂ. അതുകൊണ്ട് തന്നെ എനിക്ക് തോന്നുന്നത് വിവോ V27 പ്രോ വന്ന ഒരു പ്രൈസ് ഉണ്ടല്ലോ, ഓഫ്ലൈൻ സെൻട്രിക് ഫോൺ ആയതുകൊണ്ട് പ്രൈസ് ലേശം കൂടുതലായിരിക്കും. ഓക്കെ, സോ ആ പ്രൈസ് ഉണ്ടല്ലോ, അതേ പ്രൈസിൽ വരാൻ നല്ല സാധ്യതയുണ്ട്. എനിവേ ലോഞ്ചിന് ശേഷം ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇതിന്റെ എക്സാക്ട് പ്രൈസും ഓഫേഴ്സ് ഒക്കെ ഷെയർ ചെയ്ത് തരാം. ചെക്ക് ഔട്ട് ചെയ്യുക. ഓക്കെ, ദിസ് യുവർ ഫ്രണ്ട് മിസ്റ്റർ പെർഫെക്റ്റ് സൈനിങ് ഓഫ്. ഗുഡ് ബൈ.